കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ CEO CJ റോയിയുടെ മരണമാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ വാർത്തകൾ. അയാൾ എഴുതി വെച്ച ആ ഒരു ഡയറി കിട്ടിയതോടെ അയാളെ ആത്മഹത്യാക്കുറിപ്പാക്കി ആൾക്കാർ മാറ്റി. അപ്പോൾ ഇൻകം ടാക്സ് റെയ്ഡിനെ ഭയന്നിട്ട് ആത്മഹത്യ ചെയ്തെന്നുള്ളത് തിയറി ആയിരുന്നു ആദ്യം. കുറിപ്പട കിട്ടിയപ്പോൾ ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചെന്നുള്ളതായി. എന്നാൽ അത് ആത്മഹത്യാക്കുറിപ്പാണെന്ന് ഒരു നറേറ്റീവ് ആദ്യം ഉണ്ടാക്കി അതെല്ലാവരെയും കയറ്റിപ്പിടിച്ചു. അതായത് നവീൻ ബാബു കൊല്ലപ്പെട്ടപ്പോൾ നവീൻ ബാബുവിന് അപമാനം തലേദിവസത്തെ മീറ്റിങ്ങിൽ പി ദിവ്യ ചെയ്തതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്നുള്ള ആദ്യ രാവിലെ അതങ്ങ് അടിച്ചിറക്കും. ഇതിൻ്റെ പിന്നിൽ കളിച്ചവർ, കൊലപാതകത്തിന് പിന്നിൽ കളിക്കുന്നവർ ഇത്തരം നറേറ്റീവ് ഇടും. അതുപോലെ ഒരു നറേറ്റീവാണ് നമ്മുടെ CJ റോയിഡ്. കാരണം ഞാൻ പറയുന്നു, അത് ആത്മഹത്യാക്കുറിപ്പല്ല. ഇയാൾക്കെതിരെ ഇൻകം ടാക്സിൻ്റെ അന്വേഷണം കഴിഞ്ഞ 1.5 മാസമായിട്ട് കാര്യമായിട്ടുണ്ട്. അപ്പം ഇൻകം ടാക്സ് റെയ്ഡിൽ ഇയാളെ പുകച്ച് ഇല്ലാതാക്കാനുള്ള അന്വേഷണമാണെന്നും അയാൾക്ക് അറിയാമായിരുന്നു. കാരണം ദുബൈയിൽ ഇന്ത്യക്കാർക്ക് ഒരു രാജാവ് മതി എന്നുള്ളതാണ് ചിലരുടെ തീരുമാനം. ആരാണ് ഒരു രാജാവ്? ലുലു ഗ്രൂപ്പ്. ലുലു ഗ്രൂപ്പിൻ്റെ ഷെയറിൻ്റെ 25% വാങ്ങിയിരിക്കുന്നത് ആരാണ്? ദുബായിലെ ഷെയ്ഖ്, രാജകുടുംബം. അപ്പം അവരുടെ താല്പര്യമാണ് അവിടെ വേറെ ആരും വളർന്നു വരരുത്. ഒരു 4-5 വർഷം മുമ്പ് നോക്ക്, മലയാളിയായ ഒരു കപ്പൽ ജോയി എന്ന് പറഞ്ഞവൻ 1000 കോടി രൂപ ഉണ്ടാക്കിയവൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യേണ്ട സിറ്റുവേഷനിൽ അവരെ എത്തിക്കാൻ ഒരു വിഷമവും ഇല്ല. കാരണം ഈ പെട്ടെന്ന് ധനവാന്മാരാകുന്നവരെല്ലാവരും കള്ളത്തരങ്ങളും മോഷണവും നടത്തിയിട്ടാണ് ആകുന്നത്. അപ്പം അതിൻ്റെ അന്വേഷണം പുറത്ത് ചാടിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നിൽക്കകളില്ല. പിന്നെ ഒരു BR ഷെട്ടി ഉണ്ടായിരുന്നു. ഒരു 10-40 വർഷം ഗൾഫിൽ ദുബായിൽ ജോലി ചെയ്ത് പല ഫാർമ കമ്പനികളും ഹെൽത്ത് കെയർ ആസ്പത്രികളും ഫൈനാൻഷ്യൽ എക്സ്ചേഞ്ചുകളും ഒക്കെ സ്ഥാപിച്ച് ഭയങ്കര പണക്കാരനായത്. 20,000 കോടിയുടെ ആസ്തിയുണ്ട്. അയാളെ അവിടെ ശൂന്യമാക്കി. അത് കഴിഞ്ഞാണ് നമ്മുടെ അബദ്ധത്തിൽ നമ്മുടെ CJ റോയി പോയി അയാളുടെ എംപയർ, സാമ്രാജ്യം വികസിപ്പിക്കണം എന്നുള്ള എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെയാണല്ലോ നെപ്പോളിയനും മുസോളിനിയും ഹിറ്റ്ലറും ഒക്കെ യുദ്ധങ്ങൾ തുടങ്ങി വെച്ചത്. ഇപ്പോൾ റഷ്യ പ്രസിഡന്റ് യുക്രൈൻ ആക്രമണം സാമ്രാജ്യം വലുതാക്കാനാണ്. ഈ സാമ്രാജ്യം ഭൗതികമായ ഭൂമി മാത്രമല്ല, അധികാരങ്ങളും വിപുലീകരിക്കാൻ നോക്കും, സമ്പന്നതയും വിപുലീകരിക്കാൻ ആൾക്കാർ നോക്കും. അങ്ങനെയാണ് ഈ സാമ്രാജ്യ വികസനമായിട്ട് നടന്ന് കേരളത്തിലൊക്കെ ബാംഗ്ലൂരും കൊച്ചിയിലും ഒക്കെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് നല്ല പുരോഗതി സമ്പാദിച്ചു. അത് കഴിഞ്ഞപ്പോൾ തോന്നി എന്തായാലും ദുബായിൽ പോയി ലുലുവിനോട് ഒന്ന് മത്സരിച്ചേക്കാവുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ രാജ്യക്കാരും നമ്മുടെ വരുമാന സ്രോതസ് എവിടെ നിന്നാണെന്ന് അന്വേഷിക്കും. നമ്മളൊരു വിസയ്ക്ക്, യൂറോപ്യൻ യൂണിയൻ്റെ വിസയ്ക്ക് അപേക്ഷിച്ച 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ അവർ ഓരോ ഇൻകം ഒരു 30,000-40,000 രൂപ കൂടുതൽ നമ്മുടെ അക്കൗണ്ട് വന്നാൽ അത് ആരയച്ചു എന്ന് ചോദിക്കും, എന്തിനയച്ചു എന്ന് ചോദിക്കും. ഇപ്പം ദുബായിൽ ഇയാൾ ചെന്ന് ഇയാൾക്ക് കളപ്പണമാണല്ലോ, അല്ലാതെ ഇത്ര ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പണത്തിന് അവിടെ ഇവിടുത്തെ വരുമാനം കൊണ്ടാണ് അവിടെ ഇത് ഉണ്ടാക്കിയെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു പരത്തിയത്. അപ്പോൾ അതിൻ്റെ സ്രോതസ് അന്വേഷിക്കാൻ അവിടുന്ന് ഇന്ത്യ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇയാളൊക്കെ കോർണർ ചെയ്യുമെന്ന് മനസ്സിലായി. ഇനി അന്വേഷണം ത്വരിതഗതിപ്പെടുത്താനാണ് കഴിഞ്ഞ മാസം ഒരു 4 ആഴ്ച മുമ്പ് അവിടുത്തെ പ്രസിഡന്റ്, ദുബായിലെ പ്രസിഡന്റ് 2 മണിക്കൂർ നേരത്തേക്ക് ഡൽഹി പറന്നിറങ്ങി. 3 മണിക്കൂർ 4 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര, 7 മണിക്കൂറോളം യാത്ര ചെയ്ത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അയാൾ 2 മണിക്കൂർ മോദിയെ കാണാനെത്തി. അവർ എയർപോർട്ടിൽ നിന്ന് കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ സംസാരിച്ചു. അപ്പം CJ റോയിക്കെതിരെയുള്ള അന്വേഷണം ഊർജിതപ്പെടുത്താനാണ് അയാൾ ആവശ്യപ്പെട്ടത്. ഇവിടെ ആൾക്കാരൊക്കെ സ്പെക്കുലേറ്റ് ചെയ്തുകൊണ്ട് എന്തിനായി ദുബായ് പ്രസിഡന്റ് ഇന്ത്യയിലോട്ട് പെട്ടെന്ന് വന്നേന്ന്. ഇപ്പം മനസ്സിലായില്ലേ എന്തിനാ വന്നതെന്ന്. അത് കഴിഞ്ഞപ്പോൾ ഇൻകം ടാക്സുകാർ പിടിമുറുക്കി. അപ്പോൾ പിടിമുറുക്കുന്ന ഇയാൾ നേരത്തെ മനസ്സിലാക്കിയല്ലോ അന്വേഷണം വരുമ്പോൾ. ദുബായിൽ നിന്നുള്ള അയാൾ ഈ എഴുതി വെച്ച ഡയറി ആത്മഹത്യാക്കുറിപ്പല്ല. അയാൾ ജയിലിലായാൽ കാര്യങ്ങൾ കമ്പനിയുടെ എങ്ങനെ നടത്തണം, ആരൊക്കെ ബാധ്യതയുണ്ട്. ഇയാൾ ഒരിക്കൽ അകത്ത് പോയാൽ പിന്നെ കർഷകമേത്ത പോയാൽ ചിലപ്പോൾ പുറത്ത് വരത്തില്ല. അപ്പോൾ എങ്ങനെ നടത്തണം എന്നുള്ളൊരു ഡീറ്റെയിലാണ് അത് ആത്മഹത്യക്കുറിപ്പാണെന്ന് തൽപര കക്ഷികൾ ഉടനെ അതങ്ങ് പറഞ്ഞു വരുത്തി.
കുറ്റകൃത്യങ്ങളുടെ പുറകിൽ ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നവർ, കുറ്റാന്വേഷണ നോവൽ കഥ എഴുതുന്ന പോലെ ഇവർ പണം കൊടുത്ത അനേക ന്യൂസ് ചാനലിലുള്ള ഏജൻറ്റുമാരെ വിലക്ക് കൊടുത്തിട്ട് ഈ നെറേറ്റീവിൽ പറയണമെന്ന് പറയും. അങ്ങനെ പറയും. അപ്പോൾ ആത്മഹത്യാക്കുറിപ്പെന്ന് അടിച്ച് ഇറക്കി 2-3 മാധ്യമം പറഞ്ഞു, ബാക്കി എല്ലാവരും പിന്നെ അതിൻ്റെ പുറകെയായി. അത് ആത്മഹത്യാക്കുറിപ്പല്ല, അയാളുടെ അഭാവത്തിൽ കമ്പനി എങ്ങനെ നടത്തണം, ബാധ്യതകൾ എവിടെയാണെന്നുള്ളതിനെ പറ്റി ഒരു ഡീറ്റെയിൽ ഇതാ. അയാളെ അവിടെ തീർത്ത് നേരിട്ട് പുറത്ത് ഇവിടുന്ന് കയറിയ ഉദ്യോഗസ്ഥരിൽ ആരോ വെടിവെച്ച് കൊന്നത് തന്നെയാണ്. അല്ലെങ്കിൽ ചങ്കിനിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെയൊന്നും പിടിച്ച് ആരും വെടിവെക്കില്ല. പെട്ടെന്ന് ഒരു ഇമ്പൾസിലാണ് വെടിവെക്കുന്നെങ്കിൽ നേരെ തോക്കെടുക്കും, തലക്കെത്തി വെടിവെക്കത്തുള്ളൂ. അപ്പം നറേറ്റീവ് ഇങ്ങനെ ഉണ്ടാക്കി, ആത്മഹത്യയാണ്, ആത്മഹത്യാക്കുറിപ്പും കിട്ടി. അപ്പോൾ സംഗതി ക്ലോസ്. അപ്പോൾ ദുബായിൽ കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ ഒരുത്തിനും പോയിട്ട് അവിടെ ലുല്ലു ഗ്രൂപ്പിനേക്കാളും വലുതാകാൻ നോക്കിയാൽ വിടത്തില്ല. ആ ലുല്ലു ഗ്രൂപ്പിനേക്കാളും താല്പര്യം ഇപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് ഈ രാജകുടുംബത്തിനുമുണ്ട്. ഇനി രാജകുടുംബത്തിനേക്കാളും താല്പര്യം ഇവിടുത്തെ ലുല്ലുവിനുമുണ്ട്, നമ്മുടെ യൂസഫ് അലി. അപ്പോൾ അവിടോട്ട് ഇനി പോയാൽ ഇനിയുള്ള ബിസിനസ്സുകാരന്മാർക്കും അവസ്ഥ ഇത് തന്നെയായിരിക്കും. നന്ദി, നമസ്കാരം.